പക്ഷെ ഉള്ളിൽ നോക്കിയാൽ അത്ര നന്നായിരിക്കില്ല. ഇങ്ങനെയുള്ള പയ്യന്മാരൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടായാൽ ആർക്കും ഇവിടെ പണക്കാരായിട്ട് ജീവിക്കാൻ കഴിയില്ല. സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വിക്കി വേദാന്ത് നമ്മളുടെ സൈഡ് തന്നെയായിരിക്കും. പക്ഷെ സുഹാസിനി നമ്മുടെ സൈഡാവാൻ സാധ്യതയില്ല. ഒടുക്കം അവര് ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് അവര് കുത്തി കുത്തി സംസാരിച്ചാല് നമ്മുടെ മോൾ അവിടെ എങ്ങനെ ജീവിക്കും? അതും ശരിയാ. നിന്റെ അഭിപ്രായത്തിൽ എന്താ ചെയ്യണ്ട? എന്ത് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? എല്ലാത്തിനെയും കാശ് വെച്ച് അളക്കുന്ന ആൾക്കാരാ. ഇവരിത്ര സ്നേഹമായിട്ട് സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടേയില്ല. മുന്നോട്ടുള്ള ഓരോ ദിവസവും ശ്വാസം വിടാൻ വേണ്ടി എത്ര ചെലവാക്കുമെന്ന് ആലോചിക്കുന്ന ആൾക്കാരാ. അതിലൊരു അതിശയം എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കല്യാണ ചെലവിൽ കുറഞ്ഞത് 50% അവർക്ക് തിരിച്ചു കൊടുക്കണം. സാഹിത്യം, നീ ഇവിടെ എന്തെടുക്ക? അവിടെ വന്നിരുന്നൂടെ നിനക്ക്? സോറി ആന്റി, എനിക്ക് വരാൻ ഇഷ്ടമല്ല. ഇഷ്ടമില്ലെന്ന്? എന്തു പറ്റി? നീ എന്തിനാ വിഷമിക്കുന്നേ? എനിക്ക് എല്ലാവരുടെ മുന്നിൽ അപമാനമാവുന്നുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ എന്നെ പറ്റി ഒരു കെയറും ചെയ്യുന്നില്ല എന്നുള്ളപ്പോ അതിലും ആ അമൂല്യയുടെ പുറകെ നടക്കുന്നത് കാണാം. എനിക്കത് കാണുന്നതേ ഇഷ്ടമല്ല. നോക്ക് സാഹിത്യം, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ വന്നെന്നിരിക്കും. അതിനൊക്കെ നമ്മള് പറ്റിയൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക വേണ്ടത്. മെഹന്തിയുടെ അന്ന് ഞാൻ ആ അമൂല്യയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ ആ വീട്ടില് ആരും എന്നോട് സംസാരിച്ച പോലും ഇല്ല. സാഹിത്യ, എനിക്കൊന്നും അറിയില്ല എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? പിന്നെ എന്താ നിങ്ങളൊന്നും ചെയ്യാത്തത്? എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ചില വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിസ്സാരമാക്കി കാണേണ്ടി വരും. അതും ശരിയാ ആന്റി. പക്ഷെ നിങ്ങൾ ഇത്രയും ദിവസം വിചാരിച്ചതൊന്നും ഇതുവരെ നടന്നില്ലല്ലോ. എല്ലാം ഫ്ലോപ്പേ ആയിട്ടുള്ളൂ. ഓരോ തോൽവിയും നമുക്ക് മുന്നോട്ട് പോകാനുള്ള പുതിയ സാഹചര്യങ്ങൾ ഒരുക്കുക ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും എൻ്റെ പദ്ധതികളൊക്കെ ഫ്ലോപ്പായി തോന്നിയേക്കാം. അല്ല, എൻ്റെ പദ്ധതികളൊക്കെ മണ്ടത്തരമാണെന്ന് വിചാരിക്കും. പക്ഷെ എനിക്കുണ്ടാകുന്ന തോൽവികളിൽ നിന്നൊക്കെ വിജയത്തിലേക്കുള്ള പുതിയ മാർഗങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഒരമ്പിനെ എത്ര ദൂരേക്ക് വലിച്ചെറിയുന്നോ അത് അത്രയും ദൂരേക്ക് തന്നെ പോകുന്നതെന്ന് ആരും മറക്കരുത്. ചിലർക്ക് തോന്നാം എൻ്റെ ഐഡിയാസൊക്കെ എപ്പോഴും ഫ്ലോപ്പ് ആയിരുന്നു എന്ന്. പക്ഷെ അതൊക്കെ എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു കംഫർട്ട് സോൺ മാത്രമാണെന്നുള്ള കാര്യം ആർക്കും മനസ്സിലാവില്ല. സോ സ്റ്റിക്ക് ടു അവർ പ്ലാൻ. എല്ലാവർക്കും നമസ്കാരം. കല്യാണച്ചക്കൻ വിക്രാന്ത്, കല്യാണപ്പെണ്ണ് ആരതി, രണ്ടാളും സ്റ്റേജിലേക്ക് വരൂ.
എൻ്റെ അനിയൻ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ നിമിഷം അതെനിക്ക് ഏറ്റവും സ്പെഷ്യലാണ്. അന്ന് അമ്മ ഒരു കുഞ്ഞിനെ എൻ്റെ കൈകളിലേക്ക് തന്നപ്പോ ഇവനാണ് നിന്റെ അനിയൻ എന്ന് എന്നോട് പറഞ്ഞു. അന്ന് എനിക്കൊരു ഫ്രണ്ടിനെയും കൂടിയാ കിട്ടിയത്. പിന്നീട് എനിക്ക് എൻ്റെ അനിയത്തിയെ കിട്ടിയപ്പോ എൻ്റെ സന്തോഷം കുറച്ചും കൂടെ കൂടുകയാ ചെയ്തത്. ഇപ്പൊ രണ്ടാളും അവർക്ക് ഇഷ്ടപ്പെട്ട 2 കൂട്ടുകാരെയും കണ്ടെത്തി. വിക്രാന്ത്, കൺഗ്രാറ്റുലേഷൻസ് മൈ ബ്രദർ. ആരതി, നീ ഇനി മുതൽ നമ്മുടെ കുടുംബമാണ്. നിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടേതാണ്. എന്റെ വിക്രാന്തിന്റെ ഉത്തരവാദിത്വം ഇനി നിന്റേതുമാണ്. നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ചേട്ടൻ എന്റെ ആർത്തിക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരിക്കുക. പക്ഷെ ചേട്ടന്റെ ചുമതല ഒരിക്കലും മാറാൻ പോകുന്നില്ല. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. അമ്മു വയസ്സിന് എന്നെക്കാളും ഒരുപാട് ചെറുതാണെങ്കിലും ഉത്തരവാദിത്തം എടുക്കുന്നതിൽ ഒരു മൂത്ത ചേച്ചിയെ പോലെയാണ് അവൾ. എല്ലാ കുടുംബങ്ങളിലും നിന്നെപ്പോലെ ധൈര്യമുള്ളൊരു പെൺകുട്ടി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും മകളായി ഞാൻ പിറന്നത് പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് എന്റെ അനിയത്തിമാരെന്ന് പറഞ്ഞ ജീവനാണ്. അമ്മു, അതിഥി, അഞ്ചു, നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും മക്കളെ. നിങ്ങളെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാ ജീവിക്കാന്ന് എനിക്ക് ടെൻഷനാ. ഞാൻ നിങ്ങളെ എന്തായാലും മിസ് ചെയ്യും. ഈ ഒരു സന്തോഷവേളയിൽ എനിക്ക് നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഇളയ മകന്റെ കല്യാണ സമയത്ത് നിങ്ങളോടെല്ലാവരോടുമായി ഈ സന്തോഷം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാ എൻ്റെ മൂത്ത മകന്റെ എൻഗേജ്മെന്റ്.
എന്റെ മൂത്ത മരുമകളായി വരാൻ പോകുന്ന സാഹിത്യം വേദാന്തം തമ്മിലുള്ള എൻഗേജ്മെന്റ് കുറച്ച് സമയത്തിനുള്ളിൽ നടക്കുന്നതാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞാലുടനെ വിക്കിയുടെയും ആരതിയുടെയും റിസപ്ഷൻ തുടങ്ങുന്നതാണ്. അമ്മേ, ഈ വാക്കുകളൊക്കെ പറയുന്നത് നിന്റെ അമ്മ തന്നെ. കൂടുന്നുണ്ട്. ഞാൻ പോയി അമ്മയോട് ചോദിക്കട്ടെ. ആദ്യ നീ നിക്ക്, ഇപ്പൊ നീ എടുത്തു കടണ്ട. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ ഇത് അമ്മയോട് ചോദിക്കും. ദിസ് ഇസ് ടു മച്ച് സിദ്ധാർത്ഥ്. നമ്മളോടൊന്നും ഒരു വാക്ക് പോലും പറയാതെ നമ്മുടെ കാര്യം വീട് ഏട്ടൻ പോലും അറിയാതെ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എനിക്കും അതാണ് മനസ്സിലാവാത്ത ആദ്യ. വേദാന്ത ചേട്ടൻ ആ സാഹിത്യ കല്യാണം കഴിക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. ഇപ്പൊ അവളുടെ കൂടി എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവും? നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അമ്മൂന്റെ അവസ്ഥ എന്തായിരിക്കും? ആരതി പ്ലീസ് ഇവിടെ വെച്ചറിയല്ലേ. ഇന്ന് അമ്മു അവളുടെ ഇഷ്ടം വേദാന്ത ചേട്ടനോട് പറയാനിരിക്കുകയായിരുന്നു. ഞാൻ തന്നെ അവളെ കൊണ്ട് അതിനെ സമ്മതിപ്പിച്ചത്. എന്നാൽ ഇപ്പൊ ഈ അവസ്ഥയില് ആരതി, നീ ആദ്യം ഒന്ന് സമാധാനിക്ക്. ഇന്ന് റിസപ്ഷൻ ആണ്. ആരെങ്കിലും നീ കരയുന്ന കണ്ട പ്രശ്നമാവില്ലേ? ഇങ്ങനെ ഒരു ഷോക്ക് കിട്ടി ആരെ വിഷമിക്കാതിരിക്കുക സിദ്ധാർത്ഥ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദ്യ, പക്ഷെ ദേഷ്യപ്പെട്ടതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവില്ല. മാത്രമല്ല, ഈ കാര്യത്തിൽ നമുക്ക് കൂടുതൽ പറയാനും പറ്റില്ല. ഇത് വേദാന്തിന്റെ അമൂല്യയുടെയും കാര്യമാണ്. ഇത് ശരിയാക്കേണ്ടതും അവര് തന്നെയാണ്. പക്ഷെ നമുക്കതിനൊട്ട് സമയമില്ലല്ലോ. ഈ അമ്മ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നതാണ്. വേദാന്തിന്റെയും സാഹിത്യന്റെയും കല്യാണം ഉറപ്പിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ? മാത്രമല്ല, വേദാന്തിന് അമൂല്യയോട് സ്നേഹമുണ്ടെന്ന് നമ്മുടെ ഡൗട്ട് മാത്രമാണ്. അത് അവർക്ക് റിയലൈസ് ആവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ എൻഗേജ്മെന്റ് നിർത്തിവെക്കാൻ പറ്റില്ലേ? അതൊന്നും നമ്മുടെ കയ്യിലല്ല ആദ്യ. എന്നും പറഞ്ഞ് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ സിദ്ധാർത്ഥ്. അറ്റ്ലീസ്റ്റ് ഞാൻ അമ്മൂനോട് സംസാരിക്കട്ടെ. അമൂല്യ, നിനക്കെന്റെ ഗേൾഫ്രണ്ട് ആയിക്കൂടെ? സമാധാനായിട്ടിരിക്കാം അമ്മോ. നിനക്ക് എത്ര വിഷമമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കരയരുത്. ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ? ഈ സമയവും കടന്നു പോവും. ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള വിഷമം ഞങ്ങൾക്കും ഉണ്ടാമോ? നീ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതും എനിക്കറിയാം.
നീ സമയമെടുക്ക, എന്നിട്ട് അങ്ങോട്ട് വന്നാ മതി. ചെറിയമ്മയോടും ചെറിയച്ഛനോടും ഞാൻ പറഞ്ഞോളാം. നീന്ന് നിന്റെ ഇഷ്ടം ഏട്ടനോട് പറയാനിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അഭിപ്രായത്തിൽ നിനക്കത് ഇപ്പോഴും ചെയ്യാന്നാ. മാത്രമല്ല, പറയാൻ ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ട്. ചേട്ടൻ എന്തു പറയും, അവന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്നൊന്നും നീ ഇപ്പൊ ചിന്തിക്കേ വേണ്ട. അവന്റെ ഉത്തരം എന്തായിരിക്കും ചിന്തിക്കാതെ നിന്റെ മനസ്സിലുള്ളത് നീ ഒന്ന് തുറന്നു പറയാമൂല്യ. ഇല്ല ഏട്ടത്തി, ഇപ്പോഴേ ഒരുപാട് വൈകിപ്പോയി. എല്ലാം കഴിഞ്ഞു. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അയച്ചേക്കാം. ആ അതെ, നിങ്ങൾ അമ്മൂനെ കണ്ടോ? അവള് ഡ്രസ്സ് മാറാൻ പോയതായിരിക്കും. നോക്ക്, ഞാനൊരു കാര്യം പറഞ്ഞാല് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത്. വേദാന്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയില്ലേ, അവൾ അവന് പറ്റിയ ജോഡിയല്ല കേട്ടോ. ഒന്ന് പതുക്കെ പറ പ്രമി. വീട്ടുകാരൊക്കെ ഇവിടെ ഇല്ലേ? കേട്ട എന്താ വിചാരിക്കുക? അമ്മൂച്ചനെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല മോളെ, അവളെ ഞങ്ങളും അന്വേഷിക്കുക. എന്ത് പറ്റി മോളെ? ഒന്നുമില്ല അച്ഛാ, വെറുതെ ചോദിച്ചാ. അല്ല, ഇതെന്താ ഇവര് രണ്ടുപേരും തലയ്ക്ക് പ്രാന്ത് പിടിച്ചോല് ഓടുകയാണല്ലോ. എനിക്കും അതാ മനസ്സിലാവാത്തത്. എന്റെ ഇളയ മകന്റെ കല്യാണ സമയത്ത് നിങ്ങളോടെല്ലാവരോടുമായി ഈ സന്തോഷം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാ എന്റെ മൂത്ത മകന്റെ എൻഗേജ്മെന്റ്. എന്റെ മൂത്ത മരുമകളായി വരാൻ പോകുന്ന സാഹിത്യം വേദാന്തം തമ്മിലുള്ള എൻഗേജ്മെന്റ് കുറച്ച് സമയത്തിനുള്ളിൽ നടക്കുന്നതാണ്. സാഹിത്യം വേദാന്തം തമ്മിലുള്ള എൻഗേജ്മെന്റ് കുറച്ച് സമയത്തിനുള്ളിൽ നടക്കുന്നതാണ്. അമൂല്യ, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? എന്തു പറ്റി? അവിടെ ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളല്ലേ. എല്ലാരും നിങ്ങളെയും കാത്തിരിക്കുകയായിരിക്കും. നിങ്ങൾ പോയിക്കോ. നീ എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നെന്ന് പറ. കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ നീ കാണിക്കുന്നേ? നോൺസെൻസ്.